നമ്മുടെ ഈ ലോകത്ത് 6 ലക്ഷത്തിലേറെ ദ്വീപുകൾ ഉണ്ട്. ആ ദ്വീപുകൾ ഓരോന്നും ഓരോ പ്രത്യേകതകൾ ഉള്ളവയുമാണ്. അതുപോലെ ഈ കൂട്ടത്തിൽ വളരെ അധികം അപകടം നിറഞ്ഞ ദ്വീപുകളും ഉണ്ട്. അത്തരത്തിലുള്ള കുറച്ച് ദ്വീപുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. മിയാഗെ ദ്വീപ്. പസഫിക് സമുദ്രത്തിലെ ഒരു ചെറിയ അഗ്നിപർവ്വത ദ്വീപാണ് മിയാഗെ ദ്വീപ്. ജപ്പാനിലെ ഇസു ദ്വീപുകളുടെ ദ്വീപസമൂഹത്തിന്റെ ഭാഗമാണ് ഈ ദ്വീപ്. ഈ ദ്വീപിന് ഒരു ചരിത്രമുണ്ട്. 1000 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടേക്ക് ആദ്യമായി നിവാസികൾ എത്തിയത്. നൂറ്റാണ്ടുകളായി അവിടുത്തെ സാഹചര്യങ്ങളോട് ഇണങ്ങി ദ്വീപുവാസികൾ ജീവിച്ചു. അങ്ങനെ 2000 കാലഘട്ടത്തിൽ ദ്വീപിലെ അഗ്നിപർവ്വതമായ മൗണ്ട് ഒയാമ പൊട്ടിത്തെറിച്ചു. ദ്വീപിലെ നിവാസികളെ താൽക്കാലികമായി ഒഴിപ്പിക്കേണ്ടി വന്നു. സ്ഫോടനം ഒരു പ്രധാന സംഭവമായിരുന്നു. ചാരവും പാറകളും വായുവിലേക്ക് ഒഴുകിയെത്തി. ലാവ ഒഴുകിയെത്തിയതോടെ ദ്വീപിലെ വീടുകളും മറ്റും നശിച്ചു. വെല്ലുവിളികൾ ഉണ്ടായിരുന്നിട്ടും സ്ഫോടനം ശമിച്ചതിനുശേഷം ദ്വീപുവാസികൾ തിരിച്ചെത്തി. അവരുടെ വീടുകളും സമൂഹവും പുനർനിർമ്മിച്ചു. ഇന്ന് മിയാഗെ ദ്വീപ് ഒരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. അവിടേക്ക് ഒരുപാട് സഞ്ചാരികൾ എത്താറുണ്ട്. റാംരി ദ്വീപ്. മ്യാൻമറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന റാംരി ദ്വീപ് നിഗൂഢതകൾ നിറഞ്ഞ കുപ്രസിദ്ധ സ്ഥലമാണ്. ഈ ദ്വീപ് 2ാം ലോകമഹായുദ്ധ സമയത്ത് സഖ്യസേനയും ജാപ്പനീസ് സൈന്യവും തമ്മിലുള്ള ക്രൂരമായ യുദ്ധത്തിന്റെ സ്ഥലമായിരുന്നു ഈ ദ്വീപ്. 1945 ഫെബ്രുവരിയിൽ ബ്രിട്ടീഷ് സൈന്യം ദ്വീപ് പിടിച്ചെടുക്കാൻ ഒരു ആക്രമണം ആരംഭിച്ചു. ഈ ആക്രമണത്തിനെത്തിയ സൈനികരെ കണ്ടൽക്കാടുകളിലെ ചതുപ്പുനിലങ്ങളിലെ കടൽ മുതലകൾ പട്ടാളക്കാരെ കൊന്നൊടുക്കിയതോടെയാണ് ഈ ദ്വീപ് പ്രശസ്തമായത്. മനുഷ്യർക്കെതിരെ മൃഗങ്ങൾ ഒരേ സമയം നടത്തിയ ഏറ്റവും വലിയ ആക്രമണം എന്ന നിലയിൽ ഈ കഥ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ചിലർ ദ്വീപിനെ മുതല ദ്വീപ് എന്ന് വിളിച്ചു. വലിപ്പത്തിനും ആക്രമണാത്മകതയ്ക്കും പേരുകേട്ട അപകടകാരികളായ മുതലകളുടെ ഒരു വലിയ കൂട്ടം ഇവിടെ വസിക്കുന്നതിനാൽ ഈ ദ്വീപിലേക്ക് ആരും പോകാറില്ല. തങ്ങളുടെ പ്രദേശത്ത് പ്രവേശിക്കാൻ ധൈര്യപ്പെടുന്ന ഏതൊരാൾക്കും അവ ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നു. നോർത്ത് സെന്റിനൽ ദ്വീപ്. ഇത് നമ്മുടെ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ്. ബംഗാൾ ഉൾക്കടലിൽ ഏകദേശം 72 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ദ്വീപാണ് നോർത്ത് സെന്റിനൽ ദ്വീപ്. ഈ ദ്വീപ് ആൻഡമാൻ നിക്കോബാറിന്റെ ഭാഗമാണ്. വെള്ള നിറത്തിലുള്ള കടലാൽ ചുറ്റപ്പെട്ട ഈ ദ്വീപിൽ തുറമുഖങ്ങൾ ഒന്നും തന്നെയില്ല. ചുറ്റും പവിഴപ്പുറ്റുകളുള്ളതിനാൽ ബോട്ടുകൾക്കോ കപ്പലുകൾക്കോ ഈ ദ്വീപിലേക്ക് അടുക്കാൻ പ്രയാസമാണ്. സവിശേഷ സംസ്കാരം പിന്തുടരുന്ന ഗോത്രവർഗ്ഗക്കാരായ സെന്റിനലീസ് വംശജരായ മനുഷ്യരാണ് ഇവിടെ ഉള്ളത്. അവരുടെ ഈ പ്രത്യേകതകൾ കണക്കിലെടുത്തു ഈ പ്രദേശത്തേക്ക് പോകുന്നത് ഇന്ത്യ സർക്കാർ വിലക്കിയിട്ടുണ്ട്. ഇപ്പോൾ ദ്വീപിന്റെ 3 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ആർക്കും പ്രവേശമില്ല. ഇന്ത്യയുടെ ഭാഗമായി കരുതുന്നതിനാൽ സർക്കാർ അവർക്ക് അവിടെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ആണ് അനുവദിച്ചിരിക്കുന്നത്. ഗോത്രവർഗ സംരക്ഷണം മുൻനിർത്തിയാണ് ഈ തീരുമാനം. തങ്ങൾക്കടുത്തേക്ക് ആരും വരേണ്ടതില്ലെന്നാണ് ദ്വീപിലെ ഗോത്രവർഗ്ഗക്കാരുടെ തലമുറകളായുള്ള നിലപാട്. അറിഞ്ഞും അറിയാതെയും ഈ ദ്വീപിനടുത്തെത്തിയവരെ വരവേറ്റത് ഇവരുടെ അമ്പുകളും കുന്തങ്ങളുമായിരുന്നു. ഗ്രൂനാർഡ് ദ്വീപ്. 2ാം ലോകമഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷ് സർക്കാർ ആന്ത്രാക്സ് ബാക്ടീരിയ ഉപയോഗിച്ച് ജൈവ ആയുധങ്ങൾ പരീക്ഷിച്ചതിനാലാണ് ഇത് ആന്ത്രാക്സ് ദ്വീപ് എന്നും അറിയപ്പെടുന്നത്. വളരെക്കാലമായി ദ്വീപ് സന്ദർശകർക്ക് വിലക്കായിരുന്നു. കൂടാതെ ഭൂമിയിലെ ഏറ്റവും അപകടകരമായ സ്ഥലമായി കണക്കാക്കപ്പെട്ടിരുന്നു. 1986ഓടെ ഗവേഷകർ ദ്വീപ് വൃത്തിയാക്കാൻ തുടങ്ങി. കടൽവെള്ളത്തിൽ ലയിപ്പിച്ച 280 ടൺ ഫോർമാൽഡിഹൈഡ് അതിൽ തളിക്കുകയും ഏറ്റവും മലിനമായ മേൽമണ്ണ് നീക്കം ചെയ്യുകയും ചെയ്തു. തുടർന്ന് കുറച്ചു ആടുകളെ ഇവിടേക്ക് കൊണ്ടുവിട്ടു. ആ പരീക്ഷണം വലിയ വിജയകരമായിരുന്നു. കാരണം അവ ജീവനോടെയും ആരോഗ്യത്തോടെയും തുടർന്നു. എന്നിരുന്നാലും ചിലർ വാദിക്കുന്നതിന്നും ദ്വീപിന്റെ മണ്ണിൽ ആന്ത്രാക്സ് ബാക്ടീരിയകൾ നിലനിൽക്കുന്നു എന്നാണ്. സ്നേക്ക് ഐലൻഡ്. ബ്രസീലിന്റെ തീരത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് സ്നേക്ക് ഐലൻഡ്. ഇത് ഇൽഹ ഡാ ക്യൂമാഡ ഗ്രാൻഡെ എന്നും ഈ ദ്വീപിനെ അറിയപ്പെടുന്നു. സാവോ പോളോ സംസ്ഥാനത്തെ ഇറ്റാൻഹാം മുനിസിപ്പാലിറ്റിക്കാണ് ദ്വീപിന്റെ ഭരണ ചുമതല. ദ്വീപിന്റെ വലിപ്പം 43 ഹെക്ടർ ആണ്. വലിയ പാറകൾ മുതൽ മഴക്കാടുകൾ വരെ ഈ ദ്വീപിന്റെ പ്രത്യേകതയാണ്. ഗുരുതരമായി വംശനാശ ഭീഷണി നേരിടുന്ന വിഷമുള്ള ബോട്രോപ്സ് ഇൻസുലാരിസിന്റെ ഏക ആശ്രയമാണിവിടം. സമുദ്രനിരപ്പ് ഉയരുന്നതിനിടയിൽ ദ്വീപിൽ പാമ്പുകൾ കുടുങ്ങി. തുടർന്നുണ്ടായ സമ്മർദ്ദം പാമ്പുകളെ അവരുടെ പുതിയ പരിതസ്ഥിതിയിൽ പൊരുത്തപ്പെടാൻ അനുവദിക്കുകയും ജനസംഖ്യയിൽ അതിവേഗം വർദ്ധിക്കുകയും ദ്വീപിനെ പൊതുസന്ദർശനത്തിന് അപകടകരമാക്കുകയും ചെയ്തു. ആളുകളെയും പാമ്പുകളെയും സംരക്ഷിക്കുന്നതിനായി ക്യൂമാഡ ഗ്രാൻഡെ പൊതുജനങ്ങൾക്ക് പ്രവേശനം വിലക്കിയിരിക്കുന്നു.
ബ്രസീലിയൻ നാവികസേനയ്ക്കും ബ്രസീലിയൻ ഫെഡറൽ കൺസർവേഷൻ യൂണിറ്റായ ചിക്കോ മെൻഡിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനും പരിശോധിച്ച ഗവേഷകർക്കും മാത്രമേ പ്രവേശനം ലഭ്യമാകൂ.